ചെയ്ത് ഫേസൊക്കെ വാഷ് ചെയ്ത് വന്നേക്കുവാണ്. ഇത് നമ്മൾ നേരെ ഒരു 8:30 ഫുഡ് കഴിക്കാൻ പോകും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകും പുറത്ത്. ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസറാണ്. മോയ്സ്ചറൈസർ ഇല്ലാതെ ഇവിടെ സർവൈവ് ചെയ്യാൻ പറ്റില്ല ഗൈസ്. പിന്നെ സൺസ്ക്രീൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് തണുപ്പായാലും ചൂടായാലും വേണം. നമ്മുടെ കണക്കൊരു കോമ്പാക്റ്റ് എടുക്കുവാണ്, ബ്രൈറ്റായിട്ട് തോന്നുന്നു. പിന്നെയെന്ന് പറഞ്ഞാൽ വേറെ എല്ലാവർക്കും ആവശ്യമുള്ള ഇത് ഡാസ്ലറിൻ്റെ ഒരു ഐലൈനർ. ഇത്രയാണ് എൻ്റെ മേക്കപ്പ് ഐറ്റംസ്. മേക്കപ്പ് പ്ലസ് സ്കിൻ കെയർ. ഓക്കെ, പിന്നെ കയ്യിലടിച്ചേക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതെല്ലാം മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് ഞാൻ കാണിച്ചു. ഓക്കെ, നന്നായിട്ട് മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം ഗൈസ്. ഞാൻ നിങ്ങൾക്ക് തണുപ്പ് കാണിച്ചുതരാം. തണുപ്പത്ത് നിന്നാണ് ഞാൻ പോകുന്നത്. നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാം. ഭയങ്കര തണുപ്പാണ്. സമയം ഒരു 8:30-8:45 ആയി. ഇപ്പോൾ ഇത്രയും തണുപ്പുണ്ട്. തൊപ്പി വെക്കാതെ പുറത്തിറങ്ങിയാൽ ഉറപ്പായിട്ടും ജലദോഷം വരും. ഇപ്പം നമുക്ക് മെസ്സിൽ പോയി ഫുഡ് കഴിക്കാം. ഭയങ്കര തണുപ്പാണ് ഗൈസ്. കണ്ടു ഗൈസ്, മെസ്സെത്തി. ഞങ്ങളുടെ മെസ്സ് ഒന്നും കഴിക്കാതെ പോവാൻ, പക്ഷേ എനിക്കിടയ്ക്ക് വിശക്കും. ഇതാണ് എൻ്റെ ഫുഡ്. ഇത് കഴിക്കുക, എന്നിട്ട് നേരെ വിടുക. ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. അപ്പം ആരും എൻ്റെ ഒപ്പം ഇല്ല. ഇതുവരെ ആരും ഇല്ല കേട്ടോ. ഇനി ആരെങ്കിലും കൂടും എനിക്കറിയില്ല. നമ്മൾ ഇത് ബട്ടറിൽ ഇങ്ങനെ തേച്ചിട്ടാണ്. നല്ല ടേസ്റ്റാണ്. ബട്ടർ ഇങ്ങനെ തേക്കും. ബട്ടർ തേച്ചിട്ടാണ് ഇങ്ങനെ. കൊള്ളാം. ഇതാണ് ആലു പൊറോട്ട. ഇവിടെ ഏറ്റവും കൂടുതൽ എല്ലാവരും കഴിക്കുന്ന സാധനം പഞ്ചാബിൽ ഇതാണ് ഗൈസ്. അത് ഇതിൻ്റെ ഉള്ളിൽ ഉരുളക്കിഴങ്ങിൻ്റെ ഫില്ലിങ്സ് ഒക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാനത് കഴിച്ചിട്ട് പോകുന്ന വീഡിയോ എടുക്കാം. ഓക്കെ, ഗൈസിന് കയ്യിലേക്ക് ആയുധം നമുക്ക് എടുത്തിടാം. തലയിലേക്ക് ആയുധമുണ്ട്. ഓക്കെ, നമ്മൾ പോവാണ്. വാവ്, അവരവിടെ ഒരു നല്ല തീ ഇട്ടിട്ടുണ്ട്. കാണാൻ അതൊക്കെ തൂക്കിക്കൊണ്ട് പോവാണ്. ഇതാണ് മഞ്ഞ്. ഇവിടെ അവർ തീ ഇട്ടുകൊണ്ട് കുറച്ച് ആശ്വാസമായിട്ടുണ്ട്. മാസ്ക് ഒക്കെ ഇല്ലെങ്കിൽ പോകും. കാരണം നല്ല ഇവിടെ നമ്മൾ കോളേജിൽ നിന്ന് ഇറങ്ങി കുറച്ച് റൂൾസ് ഉണ്ട്. ഇവിടെ ഹോസ്റ്റലിൽ നമ്മൾ എൻട്രി എഴുതണം. ഇതാണ് ഇവിടുത്തെ ഒരു മഞ്ഞിൻ്റെ ഇത്. അവിടെ എന്താന്ന് പോലും എനിക്ക് അറിയത്ത് പോലും ഇല്ല. അതേപോലെ മഞ്ഞ. അവിടെ ഒരു ചെയറൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ തന്നെയാണ് പോകുന്നത്. സോളോ ട്രിപ്പാണ്. വേറെ എവിടെയല്ല ബത്തുണ്ട്. ഇവിടെ ഒരു വണ്ടി വന്നാൽ പോലും നമുക്ക് അറിയാൻ പറ്റത്തില്ല. അതേപോലെ അവസ്ഥ ഗായ്സ്. ഇത്രയും മഞ്ഞിൽ ഞാൻ ഇത്രയും കവറേജ് ഇട്ടുകൊണ്ടാണ് പോകുന്നത്. കയ്യിൽ ഗ്ലൗസ് ഉണ്ട്, മാസ്ക് ഉണ്ട്, തൊപ്പിയുണ്ട്. ഷൂസ് ഇടാതെ നടക്കാൻ പറ്റില്ല. പക്ഷെ സംഭവം കൊള്ളാം. എനിക്ക് വലുതായിട്ട് തണുക്കുന്നില്ല. കാരണം ഇത്രയും കവർ ചെയ്ത് ഇട്ടുകൊണ്ടാണ്. വലുതായിട്ട് തണുക്കുന്നില്ല. ഈ വഴി നമുക്ക് പോകാം. ഈ വഴി കുറച്ച് റിസ്കി ആയിരിക്കും. ഈ വഴി തന്നെ പോകാം. കാരണം അവിടെ പുല്ലായതുകൊണ്ട് ഇവിടെ നമ്മുടെ ജീൻസിലൊക്കെ ചെളി പറ്റാൻ പറ്റും. ഗൈസ്, ഒരു ട്രാക്ടർ വരുന്നതാണ്. ഇതുവരെ അറിഞ്ഞിട്ടില്ല. അതായത് കണ്ടോ, ഇപ്പോഴാണ് അറിയുന്നത്.
ഗ്ലൗസ് ഇട്ടിട്ട് പോലും എനിക്കാണെങ്കിൽ കൈ തണുക്കുന്നുണ്ട്. ഇത് അത്ര കവറേജ് ഇല്ലാത്ത ഗ്ലൗസാണ്, 2 ഇടണം. പക്ഷേ കുഴപ്പമില്ല, കാരണം ഞാൻ ഇട്ടേക്കുന്ന ഡ്രസ്സ് കാണിച്ചു തരാം. അത് നല്ല ചൂട് തരും. ഗ്ലൗസ് ഒഴിക്കാം, കണ്ടോ ഇതേ കണക്കുണ്ട്. 3 ലെയർ ഉണ്ട് ഉള്ളിൽ. കൊള്ളാം. വെയറിങ് ഷൂസ് കൊള്ളാല്ലേ. ആ ഒരു 2 മിന്നാമിനിങ് പോലെ നിൽക്കുന്നുണ്ടോ. പിന്നെ അതിൻ്റെ സൗണ്ടും കേട്ടിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇങ്ങനൊരു ട്രാക്ടർ ഇവിടെ വരുന്നുണ്ട്. നമുക്ക് ക്രോസ് ചെയ്യാം. ക്രോസ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ കയറി നടക്കാം. ഓക്കെ, ഇങ്ങോട്ട് ഇറങ്ങാണ് ഗൈസ്. ഇനിയാണ് സൂക്ഷിക്കേണ്ടത് ഫോൺ, കാരണം ഇവിടെ ഫോൺ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഗൈസ്. ഇതാണ് എൻ്റെ യൂണിവേഴ്സിറ്റി. ഓക്കെ, ഒന്നും കാണാൻ പറ്റുന്നില്ല. എനിക്കാണെങ്കിൽ കൈ നല്ല തണുക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഡ്രസ്സിലാണെങ്കിൽ പോക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് പോക്കറ്റിൽ ഇടാനും പറ്റത്തില്ല. ഇത്രയും വർഷങ്ങളായിട്ട് ഞാൻ ഇപ്പോഴാണ് ഒരു സോളോ ട്രിപ്പൊന്നുമല്ല, സോളോ ഷോപ്പിംഗ് ആയിട്ട് ഈ കോളേജിന് പുറത്തിറങ്ങുന്നത്. അതൊരു വലിയ കാര്യമാണ്. കാരണം ഞാൻ ഫൈനൽ ഇയറാണ്. ഫസ്റ്റ് ഇയറിലോ സെക്കൻഡ് ഇയറിലോ തേർഡ് ഇയറിലോ ഒന്നും ഞാൻ പുറത്തിറങ്ങിയിട്ടില്ല. ഇപ്പോഴാണ് പുറത്തിറങ്ങുന്നത്. നല്ല ബുദ്ധിമുട്ടുണ്ട് തണുപ്പത്ത്. അത് സമയം എന്ന് പറഞ്ഞാൽ 9:14 എങ്ങാണ്ടായി. പക്ഷെ എന്നിട്ടും ഈ തണുപ്പ് പോകുന്നില്ല. ഇതാണ് അവസ്ഥ ഫുൾ. കേസ് ഞാൻ കുറേ നേരമായിട്ട് പോസ്റ്റായിട്ട് നിൽക്കുകയാണ്. അപ്പുറത്തെ സൈഡിൽ ബസ് വരുന്നുണ്ട്, ഇപ്പുറത്തെ സൈഡിൽ ബസ് വരുന്നില്ല. കാരണം ഞാൻ ഇറങ്ങിയതിൻ്റെ തൊട്ട് മുമ്പെയാണ് ഒരു ബസ് പോയത്. ഇനി കുറച്ച് സമയം എടുക്കുമായിരിക്കും ബസ് വരാൻ. ഞാനാണെങ്കിൽ കാരണം ഇത് ബസ്സാണ് എന്താണ് ഒന്നും അറിയാൻ പറ്റത്തില്ല. പിന്നെ ഓൾമോസ്റ്റ് അവരവിടെ ഇവിടെ നിർത്തുന്നതാണ്. കാരണം ഇങ്ങനെ അറിയാം, സൺഡേയിൽ കുറേ പിള്ളേർ ഔട്ടിങ്ങിനൊക്കെ പോവും, അപ്പോൾ അവർക്കറിയാം. പിന്നെ നമ്മൾ കണ്ടാൽ തന്നെ ചില ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ഗുരുകാഴ്ചയല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ കുറച്ച് ലാഗാണ്. ഒരു 10 മിനിറ്റായി നിൽക്കാൻ തുടങ്ങുന്നത്. പോയിരിക്കുമ്പോഴായിരിക്കും ബസ് വരുന്നത്. തണുപ്പ് കുറവുണ്ട് കേട്ടോ, കുറവുണ്ട്. ഓക്കെ, എനിക്ക് വേറെ മാസ്ക് കിട്ടിയില്ല തുണീൻ്റെ, അപ്പോൾ ഇതാണ് എടുത്തിട്ടത്. പക്ഷെ നല്ല കേട്ടോ, കാരണം എല്ലാവർക്കും തന്നെ ഓൾമോസ്റ്റ് പനി വരുന്നത് തണുപ്പ്, അതായത് മൂക്കിൽ കൂടെ തണുപ്പടിച്ചിട്ട് നെഞ്ചിൽ തണുപ്പടിച്ചിട്ടൊക്കെ. അപ്പോൾ നമ്മൾ മാക്സിമം ഇത് കണക്കുള്ള കവർ ചെയ്ത് പോയാൽ പനി വരില്ല. അതും ഇവിടെ പനി വന്നാൽ പിന്നെ ചടങ്ങാണ് യൂസ് ചെയ്യുക. അതായത് തണുത്ത വെള്ളമായിരിക്കും കിട്ടുന്നത്. പിന്നെ നമ്മൾ ചൂടുവെള്ളം കെറ്റിലെടുക്കാനൊക്കെ പോകണം, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഇവിടെ സൂക്ഷിച്ച് സർവൈവ് ചെയ്യണം. പിന്നെ മെയ് വരെ ഉള്ളൂ ഞാൻ, അതുകൊണ്ട് എനിക്കൊരു സന്തോഷമുണ്ട്. ഡ്രസ്സെല്ലാം കാഴ്ചകൾ കാണാൻ കുറേ നേരമായി വന്നിട്ടില്ല. ഗായ്സ്, അപ്പോൾ ഫൈനലി ഞാനങ്ങനെ ബസ്സിൽ കയറി. ഭയങ്കര തണുപ്പാണ്. ഇവരൊക്കെ മൂടി പൊരിച്ചാണ് ഇരിക്കുന്നത്, മറ്റേ ഷോളൊക്കെ വെച്ചിട്ട്. എനിക്ക് അത്ര തണുപ്പ് ഇപ്പോൾ എടുക്കുന്നില്ല, നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുഴപ്പമില്ല, ഇപ്പോൾ ഒരു ഓക്കെ ആയിട്ട് വരുവാണ്. പിന്നെ ഇരിക്കാൻ നല്ല സീറ്റ് ഉണ്ടായിട്ട് കുഴപ്പമുണ്ടായിരുന്നില്ല. തന്നെയാണെങ്കിൽ ഇതൊക്കെ തന്നെ പരിപാടി. ഇവിടെ ബോയ്സിന് ഗേൾസിനെന്ന് പറഞ്ഞുള്ള ഇതില്ല. ഇപ്പോൾ എല്ലാവർക്കും ഒരേ കണക്ക് തന്നെ സീറ്റ്, നമ്മുടെ നാട്ടിലുള്ള അങ്ങനെയൊക്കെ. അപ്പോൾ ഇനി ഞാൻ ഫോൺ യൂസ് കുറയ്ക്കുകയാണ്, കാരണം സേഫ് അല്ല, ഫോൺ പോകാൻ ചാൻസ് ഉണ്ട്. ഞാൻ പിന്നെ തന്നെയുമാണ് വന്നേക്കുന്നത്. അപ്പോൾ ഫോണിൻ്റെ അത്യാവശ്യം എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക് ഫോൺ. അപ്പോൾ ശരി, ഇനി എന്തെങ്കിലും ചെറിയ വിശേഷങ്ങൾ പറ്റുമെങ്കിൽ പിടിച്ചിടാൻ പറ്റും, അല്ലെങ്കിൽ ഇടാൻ പറ്റില്ല. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഞാൻ സൺഡേ മാർക്കറ്റിൽ പോയിട്ട് മേടിച്ച ഡ്രസ്സെല്ലാം വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നതായിരിക്കും കേട്ടോ. ഞാൻ ഫൈനലി ഓട്ടോ കയറി. ഇതാണ് ഓട്ടോ. നമ്മളാണെങ്കിൽ കൂടുതൽ ഫോൺ പുറത്തെടുത്താറ് ടാസ്ക്കാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. ഞാൻ മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് ഒരു 20 രൂപയാവത്തുള്ളൂ സൺഡേ മാർക്കറ്റിട്ട്, കാരണം കുറച്ച് പേരും കൂടെ വേണം. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇത് ഫുള്ള് വണ്ടിയിൽ ഇവർ വിചാരിച്ച ആൾ തികഞ്ഞില്ലെങ്കിൽ നമ്മൾ ഇതേ കണക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇവിടെ തന്നെ ഇവിടെ സാധനങ്ങളൊക്കെ ആണ്, ഫുള്ളിതാണ് കാഴ്ചകൾ.
ਲਾਈਫ ਫਸੀਨਾ ਰਾਤਾਂ ਰੰਗੀਨਾ ਚੋਬਰ ਸ਼ਕੀਨਾ ਕੱਪਾਂ ਚ ਲੀਨਾ ਗੱਲਾਂ ਤੋਂ ਮੀਨਾ ਕਈ ਨਾਰਾਂ ਦੇ ਮੈਸੇਜ ਛੱਡੇ ਕਰ ਸੀਨਾ ਪੱਕੇ ਤਰਾਕਿਆ ਨਾ ਉੱਡਦੇ ਜਵਾਨ ഗായ്സ് ഞാൻ മാത്രമായി ഒറ്റയ്ക്ക് ഞാൻ മാത്രമായി ഞാൻ മാത്രമായി ഒറ്റയ്ക്ക് പേടിയൊന്നുമില്ല ഗ്ലാസ്സൊക്കെ ഊരി അത്ര തണുപ്പൊന്നും ഇപ്പോൾ കുറഞ്ഞു വരുവാണ് തണുപ്പ് കുറഞ്ഞു വരുവാണ് വീണ്ടും അതായത് ഇവിടെ ഞാൻ പറഞ്ഞില്ല കുറേ ആൾക്കാരുള്ളതുകൊണ്ട് അവർ ആസ്റ്റ് ചെയ്തിട്ടാണ് എന്നെ കൊടുക്കുന്നത്. ഇപ്പോൾ ഫൈനലി ഞാൻ പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് സൺഡേ മാർക്കറ്റ്. ഏറ്റവും പ്രൈസ് കുറഞ്ഞ രീതിയിലാണ് ഇവിടെ ഡ്രസ്സുകൾ നമുക്ക് കിട്ടുന്നത്. അതായത് ഒരു 25 രൂപയ്ക്ക് വരെയാണ് ഡ്രസ്സുകളുള്ളത്. അതും നന്നായിട്ട് നോക്കിയെടുത്ത് നല്ല രസമുള്ള ഡ്രസ്സുകൾ കിട്ടും. ഞാൻ അങ്ങനെ കുറേ എടുത്തിട്ടുണ്ട്. ഒരു അറൗണ്ട് ഒരു 13-14 ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഞാൻ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് ഓട്ടോയിൽ കയറി. ഇതാണ് അവസ്ഥ. ഞാൻ ഫുൾ ടയേർഡായി. കാരണം എൻ്റെ കയ്യിൽ നിറച്ച് ബാഗിൽ ഫുള്ള് സാധനങ്ങളാണ്. ടയേർഡായിപ്പോയി. പിന്നെ ഞാൻ എൻ്റെ ബഡ്ജറ്റ് ഫുള്ളായതെന്ന് പറഞ്ഞാൽ 440 ആയതേ ഉള്ളൂ. ഞാൻ ഒരു 700 ഷോപ്പിംഗ് ചെയ്യണം എന്നാണ് വിചാരിച്ചത്. പക്ഷെ അത്രയൊന്നും ആയില്ല. താങ്ക് ഗോഡ്. then ഇത്രയേ ഉള്ളൂ. ടാറ്റാ. അപ്പം ഞാനിങ്ങനെ എൻ്റെ സന്തോഷത്തിൽ കുറച്ചാണെങ്കിൽ പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്താണ് പോകുന്നത്. അപ്പോൾ കുറേ ആൾക്കാർ അങ്ങനെ അയാളെ തപ്പി നടക്കണം, പക്ഷെ കിട്ടുന്നില്ല. ഗൈസ്, നമ്മൾ തൽവാണ്ടിക്കുള്ള ബസ് ഫൈനലിൽ കയറിയിരിക്കുന്നു. കൊള്ളാം. ഇപ്പം എനിക്ക് ചൂട് എടുക്കുന്നുണ്ട് കേട്ടോ, നല്ല ചൂടുണ്ട്. ഇപ്പം ഞാൻ മാസ്ക് ഒക്കെ ഊരി, കാരണം ശരിയാവില്ല. അതുകൊണ്ട് മാസ്ക് ഒക്കെ ഊരിയിട്ടാണ് നിൽക്കുന്നത്. മാസ്ക് എടുത്ത് വെച്ചേ, ചിലപ്പോൾ ആവശ്യം വന്നാലും. അടിപൊളിയായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. കൊള്ളായിരുന്നു. ഫസ്റ്റ് ആയതുകൊണ്ട് കുറച്ചൊരു പേടിയുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ ഓക്കെ ആയി. പിന്നെ എനിക്ക് എൻ്റെ വീട്ടിലെ മൂവാറ്റുപുഴയിൽ പോയിട്ട് നേരെ കോലഞ്ചേരി വരുന്നൊരു ഫീലായി തോന്നി. അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. തന്നെത്താനെ ഒരു കോളേജ് എവിടെയാണെന്ന് വെച്ചാൽ തന്നെത്താനെ ഒന്ന് സിറ്റിയിലൊക്കെ ഇറങ്ങി എല്ലാവരും ഒന്ന് ഓക്കെയാണ്. അപ്പോൾ നല്ല രസമുണ്ട്, കൊള്ളാം. ഇനി നമ്മൾ നേരെ പോകുന്നതെന്ന് പറഞ്ഞാൽ ബ്രദേഴ്സ് സീറ്റാണ്. ഫ്രണ്ട്സിന് കുറച്ച് സ്വീറ്റ്സും കേക്കും മേടിക്കാൻ. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഇനി ബ്രദേഴ്സിൽ പോകണം. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു ഫുഡ് ട്രൈ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് പോകണം, എല്ലായിടത്തും പോകണം. ഒരു 50 മിനിറ്റ് സുഖമായിട്ട് ദേവോണക്കിങ്ങനെ ഇരിക്കുക. നല്ല ബസ്സാണ്, കണ്ടില്ലേ? നല്ല കാഴ്ച. അതിൻ്റെ അടുത്ത് ചേച്ചി വന്നിരുന്നു. ഗൈസ്, ദേവോണക്കുള്ള കാഴ്ചകളൊക്കെ പഞ്ചാബിലാണ്. പഞ്ചാബീസ് പൊതുവെ നല്ലവരാണ് കേട്ടോ. കൊട്ടാറായിരിക്കുന്നവര് ശ്വാസം മുട്ടിയിരിക്കുന്നേ. ഇപ്പം ആരെങ്കിലാണെങ്കിൽ ജീവനുണ്ടെങ്കിൽ എൻ്റെ പേര് വിളിച്ചേനെ. കൊള്ളാം. ഗൈസ്, ഫൈനലി ഇവിടെ എത്തിയിട്ടുണ്ട്. ആർക്കൊക്കെ എന്തൊക്കെയാണ് വേണ്ടത്. നമ്മൾ ഫൈനലി കുരികാശ്ശേരിയിലെത്തിയിട്ട് ഹോസ്റ്റലിൽ എത്തിയിരിക്കുന്നു. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം. ഗൈസ്, അപ്പോൾ ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് സാധനങ്ങളെല്ലാം മേടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഹാപ്പി. ഓക്കെ, എൻ്റെ കോല കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇത്രയും വെയിറ്റും താങ്ങി പിടിച്ച് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടാണ് ഇവിടെ വന്നെന്ന് നിൽക്കുമ്പോൾ എനിക്ക് തന്നെ എന്നോടൊരു ഇഷ്ടം തോന്നുന്നു. അപ്പോൾ ഇനി സൺഡേ മാർക്കറ്റിൽ നിന്ന് മേടിച്ച ക്ലോത്തിൻ്റെ ഒക്കെ ഒരു സെപ്പറേറ്റ് വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബിലോ. ഓക്കെ, ദെൻ ബൈ.